നമസ്കാരം. സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, നമ്മളെ സമൂഹത്തിലെ ഒരു ജോലി ചെയ്യുന്ന വിഭാഗം, അതാണ് അവരെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവരുടെ സേവനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. നഴ്സുമാർ, ഡോക്ടർമാരെ തൊട്ട് താഴെ ആയിട്ടുള്ള നഴ്സുമാർ. ആ നഴ്സുമാരെ എസ്പെഷ്യലി കേരളത്തിലെ നഴ്സിംഗ് പഠിച്ച വിദ്യാർത്ഥികളില്ലാത്ത രാജ്യങ്ങൾ ലോകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ ലണ്ടനിലായാലും അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും എവിടെ വേണമെങ്കിലും നഴ്സുമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മൾ ഈ ദുബായിൽ വല്ല പനിയും തലവേദനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിനിക്കിൽ പോകുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളെ തൊട്ടടുത്തുള്ള, ഞാൻ സ്ഥാപനങ്ങളുടെ പേര് പറയണില്ല, അവിടെ പോകുമ്പോൾ അവിടെ നമ്മളെ ശുശ്രൂഷിക്കാനും നമ്മുടെ BP നോക്കാനും മറ്റുമായിട്ട് വരുന്നതും മലയാളി നഴ്സുമാരാണ്. അപ്പോൾ ഇവരോട് ഉള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ കാലങ്ങളായി ഉണ്ട്. ആ ഒരു ഐഡിയയിൽ നിന്നും, ആ ഒരു ആശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഐഡിയയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാട്ടിലെ ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, BSc DHA, ഈ DHA എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടി ഉണ്ട് BScൻ്റെ ശേഷം. അത് രണ്ടും ചെയ്ത ആളുകൾ നാട്ടിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. കാരണം അവർക്ക് പഠിക്കാനും വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ലോൺ ഉണ്ടായിരിക്കാം, അതുപോലെ ചിലപ്പോൾ വീട് പണീൻ്റെ ലോണുകൾ അച്ഛനും അമ്മയ്ക്കും അതും അങ്ങനെ ഉണ്ടായിരിക്കാം. ഇതൊക്കെ കൂടി പിന്നെ ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഈ ലോണിലും മറ്റും അടച്ചിട്ട് ഒരു വിസയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിദേശ രാജ്യത്ത് പോയി തൊഴിൽ അന്വേഷിക്കുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് ആയിട്ട് അവരെ മുന്നിലുണ്ടാവും. പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്തി, ചിലപ്പോൾ അവരെ സുഹൃത്തുക്കൾ വഴി ജോലി ഓഫറൊക്കെ ഉണ്ടാവും. ഈ വിസിറ്റിംഗ് എടുത്തിട്ട് പോരെ, ഞാൻ ജോലി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വിസിറ്റിംഗ് എടുക്കാനും വേണ്ടേ 10-25,000 രൂപ, 25 പിന്നെ ടിക്കറ്റും വേണ്ട അതിൻ്റെ ഒപ്പം. അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഒരു 4,00,000 രൂപ അതിന് ചിലവ് വരും. പിന്നെ ഇവിടെ വന്നാൽ റൂമിന് ഒരു 500 രൂപയെങ്കിലും വേണ്ട ബെഡ് സ്പേസിന്, പിന്നെ ഫുഡ് അടിക്കൽ, അങ്ങനെ കൂടി ഒരു കുറച്ച് പൈസ ചിലവുണ്ട്. ഇങ്ങനെയൊക്കെ കൂടി വരുന്നൊരു ചിലവ്, ഒരാളെ ചിലവ് തുടക്കത്തിൽ ഒരാൾക്ക്, ഒരു നഴ്സിന് ഇപ്പം നിലവിൽ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന BScയും പിന്നെ ഇവിടെ ജോലി കിട്ടാൻ വേണ്ട ഒരു ഡിഗ്രി ഉണ്ടല്ലോ, DHA എന്നാണ് എന്താണ് അതിൻ്റെ പേര്, അത് രണ്ടുള്ളവർ ശ്രമിച്ചാൽ മതിയല്ലോ. ദുബായിലേക്ക് അല്ലെങ്കിൽ യു എയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു നഴ്സിന് വേണ്ട ചിലവുകൾ ഞാൻ എന്ത് ചെയ്യുക, ആ വിസയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കി കൊടുക്കാം. ഇത് ഫ്രീ ആയിട്ടല്ല, തൽക്കാലം ഒരു സഹായം, ഒരു കടമായിട്ട്. അങ്ങനെ ഇവരിവിടെ വരുന്നു, ജോലി നേടുന്നു, ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം തൽക്കാല ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നിട്ട് ഈ ക്യാഷ് എനിക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ വീണ്ടും വേറെ ഒരു ആൾക്ക് ഞാൻ അവസരം കൊടുക്കുക. അതായത് ഈ ആദ്യത്തെ ആൾക്ക് ചിലവായ ക്യാഷ് എൻ്റെ കയ്യിൽ തന്നെ റിട്ടേൺ വരുമ്പോൾ ഞാൻ ആ ക്യാഷ് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇതുപോലെ വേറെ ഒരാൾക്ക് കൂടി സഹായം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും തിരിച്ചു തരണം ഈ ക്യാഷ്, എന്നാലേ അത് വേറൊരാൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത്ര വലിയൊരു പൈസക്കാരനല്ല, ഞാൻ നിങ്ങളെ പോലെ തന്നെ സാധാരണ ജോലി ചെയ്യുന്ന ഒരു ലോഡിങ് അൺലോഡിങ് തൊഴിലാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തർക്കും എൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള പൈസ ഇല്ല. ഈ ഒരാൾക്കുള്ള പൈസനെ ഉണ്ടായിട്ടല്ല ഇപ്പം ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടക്കും. കാരണം നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് അതിനായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ വളരെ കുറവല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഗതിക്ക് ഇറങ്ങിത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ജൂൺ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുക്കുക, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഡിഗ്രികളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ പൈസ ഇല്ല എന്നുള്ളതിൻ്റെ മാത്രം പ്രശ്നത്തിൽ ആഗ്രഹം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന നഴ്സുമാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾക്ക് അതിനുള്ള ചാൻസ് ഞാൻ ഒരുക്കി തരാൻ തയ്യാറാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ഈ യോഗ്യതയൊക്കെ ഉള്ള ഒരാൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് വിസിറ്റിംഗ് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി
ഞാൻ പരിശ്രമിക്കും. അപ്പോൾ ഇത് പെട്ടെന്നല്ല, അടുത്ത ജൂണിൽ 2024 ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനുള്ള പൈസ ഒപ്പിക്കട്ടെ. ഇപ്പം നിലവിൽ എൻ്റെ അടുത്ത് അതിനുള്ള ബഡ്ജറ്റ് സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ പരിശ്രമിക്കട്ടെ. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഈ കോഴ്സും കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തെങ്കിലും ബാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് റെഡി ആവട്ടെ വരാനുള്ള ആൾക്കാർ. ഓക്കെ, ബൈ.